ഉമ്മ മൂടി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേറെ 2 ബാരലാക്കിയിട്ട് എടുത്തിട്ട് 2 ദിവസം ഇങ്ങനെ എടുത്തു. ഹായ് ഫ്രണ്ട്സ്, സ്റ്റാർനർ പ്ലസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഉനൈസ് അഹമ്മദ്. ഒരു കുക്കിംഗ് റിലേറ്റഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതായത് ചെറിയ നെല്ലിക്ക വെച്ച് ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. ഈ ചെറിയ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ രാജൻ നെല്ലിക്ക എന്ന് പറയും. ആ രാജൻ നെല്ലിക്ക വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. ഇത് എവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടൊന്നുമല്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ചെടിയിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് അത് എൻ്റെ വീട്ടിൽ വെച്ച് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കും. നമുക്ക് കണ്ടാലോ. ഈ നെല്ലിക്ക അച്ചാറിടാൻ വേണ്ടി നെല്ലിക്ക മരം എന്ന് പറഞ്ഞാൽ തീരെ ബലമില്ലാത്തൊരു മരമാണ്, കയറാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ചെറിയ നെല്ലിക്ക ആയതുകൊണ്ട് വടി ഇങ്ങനെ കാണിക്കുമ്പോൾ താഴെ വീഴും. അപ്പോൾ നമുക്കത് പറക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പ്രത്യേക രൂപത്തിലാണ് പറിക്കാൻ ഒരു ഐഡിയ ആക്കിയിട്ട് അതിനുള്ള ഇപ്പം മെത്തേഡ് ഉണ്ടാക്കുകയാണ് ഇവിടെ. നമ്മൾ നോക്കാം ഉണ്ടാക്കുന്നത്. ഒരു സ്ക്വയർ രൂപത്തിൽ ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കുക. ഞാൻ പറിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ പേപ്പറോ മറ്റോ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. വടി വേണ്ടത്ര നീളം നമുക്ക് ചെയ്യാം. എന്നിട്ട് ആ പറിക്കുന്ന രൂപം നമുക്ക് എങ്ങനെയാണ് കാണാം. രാജനെല്ലിക്ക പറിക്കുന്നത് നമ്മളുണ്ടാക്കിയ ആ പ്രത്യേക മെത്തേഡിലാണ് നെല്ലിക്ക പറിക്കുന്നുള്ളത്. നിങ്ങൾക്ക് ആ കാഴ്ച മനോഹരമായിട്ട് തന്നെ കാണാൻ പറ്റും. ഇത്തരത്തിൽ നെല്ലിക്ക പറിച്ചാൽ ഒരു തുണി 2 പേര് പിടിച്ചിട്ട് ഇങ്ങനെ താഴെ നിൽക്കണം. എന്നിട്ട് ആ ബോട്ടലിലൂടെ നമ്മൾ ഇങ്ങനെ പറിക്കണം. എന്നാലും ഒരുപാട് നെല്ലിക്ക താഴെ പോകുന്നുണ്ട്. പക്ഷെ അത് പിന്നെ താഴെ പറിക്കാൻ പറ്റില്ല. ഏതായാലും ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് പരീക്ഷിക്കണം നെല്ലിക്ക ഇങ്ങനെ പറിക്കുന്ന രൂപം. ഓക്കെ, പറിച്ചുണ്ടോ ആ നെല്ലിക്ക എടുത്ത് പറഞ്ഞിട്ട് ശരിക്കും ഇതൊന്ന് കഴുകണം. അപ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇതിനെ കയറ്റെടുത്ത് ഇനി അത്യാവശ്യം വേസ്റ്റും എല്ലാം ഇതിന് കയറ്റെടുത്ത് ഇനി ഇതിൽ ഉപ്പിട്ട് വെക്കണം. ഉപ്പിട്ട് 2 ദിവസം വെക്കണം. ഇതുപോലെ ബോട്ടിലെടുത്തിട്ട് ആ ബോട്ടിലേക്ക് അല്പം നെല്ലിക്ക ആദ്യം ഇടുക. അതിനുശേഷം ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി, രണ്ടും ഇടയിലിടയിൽ ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും നെല്ലിക്ക ഇട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ചിട്ട് നല്ല ഉപ്പ് പിടിക്കണം. ആ രീതിയിൽ നിറച്ച് നെല്ലിക്ക മൊത്തം അതിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് അതിൽ മൊത്തം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചെയ്യുന്ന രൂപം കാണാം. ആയാലും ഇപ്പം കുറച്ച് ഉപ്പ് അധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇതിനകത്ത്. ഈ ഉപ്പിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് ഇത് പിടിക്കേണ്ടത്. അതിനാണ് കുറച്ച് അധികം ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും
ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്യണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും മൊത്തം അതിൽ എത്തുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ്. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 ദിവസം ഒരു ബാരലിലാക്കി എടുത്തു വെക്കണം. 2 ദിവസം കഴിഞ്ഞു. 2 ദിവസത്തിന് ശേഷം നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അതായത് ആദ്യം ചെയ്യേണ്ടത് ഈ വള്ളിമുളക്, നമുക്ക് കൂടുതൽ എരിവ് വേണ്ട, കളർ വേണം, അതുകൊണ്ടാണ് ഈ വള്ളിമുളക് എടുത്തിട്ടുള്ളത്. ഈ വള്ളിമുളക് അല്പം മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വാണ്ടിറ്റി, അല്പം മതി. ഈ വള്ളിമുളക് എടുത്തിട്ട് നന്നായി ഇതുപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കണം. നന്നായി കഴുകി വൃത്തിയാക്കി വെക്കണം. ഓക്കെ, നന്നായി കഴുകി വൃത്തിയാക്കി അതിനുശേഷം ജ്യൂസ് മെഷീനിലിട്ട് നന്നായി അരച്ച് വെക്കുക. ജ്യൂസ് മെഷീനിലേക്ക് ആദ്യം മുളകിടുക. മുളകിടുന്ന കണ്ടല്ലോ, മുളകിടുക. ഇനി അല്പം വെള്ളം ഒഴിക്കണം. മുളക് കഴുകി വെച്ചിട്ടുള്ള വെള്ളം കുറച്ച് എടുത്ത് വെച്ചാൽ വെള്ളുള്ളി, കടുക്, ഉലുവ, അതുപോലെ തന്നെ കറിവേപ്പില, ഇത് കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നെല്ലിക്കയുടെ ആ ഉപ്പ് മിക്സ് ആയ ഒരു വെള്ളം, അത് ഉപ്പ് അലിഞ്ഞിട്ട് ഇച്ചിരി വെള്ളമായിട്ടുണ്ടാവും. ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ ഒന്നുകൂടി നല്ല ഉപ്പും പുളിയൊക്കെ അതിൽ അലിഞ്ഞ് കിട്ടും. ഇതൊക്കെ മിക്സ് ചെയ്ത് ജ്യൂസ് എടുത്തതിന് ശേഷം ഒരു കണ്ടെയ്നർ എടുക്കുക. അതിൽ നമ്മൾ 2 ദിവസം മുമ്പ് മാറ്റി വെച്ച ആ നെല്ലിക്ക ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നോക്കി എന്തൊരു കളറാണ്, നല്ല മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അതിൽ. അത് ആ കണ്ടെയ്നറിലേക്ക് ഇടുക. അരച്ച മുളകും അതുപോലെ നെല്ലിക്ക നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇവിടെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇടാം. ഉപ്പ് അധികം ആവാൻ സാധ്യതയില്ല. വേണ്ടി നോക്കിയിട്ട് ഇവിടെയാണ് ഉപ്പ് ശരിയാക്കേണ്ടത്. ശേഷം ഒരു പാത്രം എടുക്കുക. അതിനെ അടുപ്പിൽ വെച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇച്ചിരി നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് എടുത്തിട്ട് പൊട്ടിക്കണം. ഓക്കെ, കടുകിൻ്റെ കൂടെ കറിവേപ്പിലയും കുറച്ചിട്ടാൽ നന്നാകും. ഇതൊക്കെ നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കടുകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് കടുക് പൊട്ടി വരുന്നതിന് ശേഷം വെള്ളുള്ളി കൂടി അതിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഓക്കെ, നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് എടുത്ത് നേരെ നമ്മൾ ഈ കണ്ടെയ്നറിൽ നേരത്തെ ആക്കിയിട്ടുണ്ടല്ലോ മുളകും നെല്ലിക്ക, അതിലേക്കുള്ള ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊരു മണം വരും. അത് ശരിക്കും മിക്സ് ചെയ്യുക. ഓക്കെ, പ്രത്യേകം ഉപ്പ് ഇവിടുന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത്. ഈ സമയത്ത് ഒത്തിരി പഞ്ചസാര കൂടി ഇട്ട് കൊടുത്താൽ വളരെ നല്ലത്. പഞ്ചസാര ഇട്ടാലും നല്ലൊരു എരിവിൻ്റെ കൂടെ ഉപ്പും എരിവും മധുരമൊക്കെ കലരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഇച്ചിരി പഞ്ചസാര കൂടി ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ വളരെ നല്ലത്. അത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ആദ്യം ഇട്ടില്ലേ ബോട്ടിൽ, ആ ബോട്ടിലേക്ക് ഇത് തിരിച്ചിട്ട് വീണ്ടും ഒരു 2 ദിവസം കൂടി വെക്കണം. 2-3 ദിവസം വെച്ചാൽ നന്നായി പിടിച്ചിരിക്കും. ഓക്കെ, നല്ല ടേസ്റ്റ്. എല്ലാം സെറ്റ് ചെയ്ത് ഈ ബോട്ടിൽ 2 ദിവസമായി ഇട്ടിട്ട് എന്ന് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഇപ്പം യഥാർത്ഥ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് പിന്നെ ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. കാരണം ഇതിൽ കെമിക്കലൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കേടായി പോകും. 1 ദിവസത്തിൽ കൂടുതൽ പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കേടായി പോകും. അപ്പം യൂസ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഏകദേശം ഒരു 5 ദിവസം അധ്വാനാണ് ഈ അച്ചാർ ഇടുന്നത്. ഉമ്മയാണ് ഈ അച്ചാർ ഇടാൻ വേണ്ടി നമ്മളെ സഹായിച്ചിട്ടുള്ളത്. നല്ല കാണുമ്പോൾ തന്നെ രുചിയാവുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്.
ഏതായാലും നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, സൂപ്പർ. പുളിയും ഉപ്പൊക്കെ കൃത്യം, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ StarNet+ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം പുതിയ ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.